നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. മച്ചാനെ, പുതിയ ദിവസം പുതിയ സിനിമ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചിലരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ചിലർ ഓർത്തിരിക്കണേ സബ്സ്ക്രൈബ് ചെയ്താൽ അവരുടെ ഫോണിൽ നിന്ന് പൈസ പോകുമോ. സത്യത്തിൽ ഇത് ഭയങ്കര ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് ശരിക്കും ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ ഈ ചാനലിൽ ഈ ബെല്ലൈക്കൺ കണ്ടോ, ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്തിടുന്നേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫേസ് റിവീൽ ചെയ്യണോ, എൻ്റെ മുഖം നിങ്ങൾക്ക് കാണണോ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി സിനിമയിലേക്ക് കടക്കാം. ലാൽ ജൂനിയറിൻ്റെ ഹണി ബി 2 സെലിബ്രേഷൻസ് ഇന്ന് തിയേറ്ററുകളിലെത്തി. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് ഞാനൊരു അല്പം കൂടുതൽ പറയും. സിനിമയെക്കുറിച്ച് നിങ്ങൾ ഇത്രയെങ്കിലും അറിഞ്ഞിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ എന്നാണ് എൻ്റെ ഒരു ഇത്. ഈ സിനിമയിൽ ഒരു ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നുമില്ല. എന്നിട്ടും ഈ സിനിമയുടെ കഥയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ക്ലോസ് ചെയ്ത് പോകണം. ഹണിബി ആദ്യ ഭാഗം എവിടെ തീരുന്നോ അവിടെ തന്നെയാണ് ഹണിബി 2ഉം തീരുന്നത്. ഹണിബി ക്ലൈമാക്സിൽ ആസിഫും ഭാവനയും ബോട്ടിൽ നിന്ന് കടലിൽ ചാടുന്ന രംഗമുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സീനിൽ അവർ കല്യാണം കഴിച്ച് നിൽക്കുന്നതായിട്ടാണ്. അവിടെ ആദ്യ ഭാഗം തീരുന്നു. ആസിഫും ഭാവനയും കടലിലേക്ക് ചാടുന്ന രംഗത്തിനും പിന്നെ അവരുടെ കല്യാണത്തിനും ഇടയ്ക്കുള്ള കഥയാണ് ഹണിബി 2 സെലിബ്രേഷൻസ്. ഹണിബി 2വിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ എല്ലാ മച്ചന്മാരും ഉണ്ട്. സെബാൻ, ഏഞ്ചൽ, അബു, ഫെർണോ, ആംബ്രോസ്, ലാലിൻ്റെ കുടുംബം, പിന്നെ ശ്രീനിവാസനും ലെനയും ചിത്രത്തിലുണ്ട്. ആസിഫ് അലിയുടെ അച്ഛനും അമ്മയുമായിട്ടാണ് അവർ വരുന്നത്. പിന്നെ ചിത്രത്തിൽ അർച്ചന കവിക്ക് പകരം ആര്യ, പ്രവീണയ്ക്ക് പകരം കവിത നായർ, പിന്നെ ഗർഭിണിക്ക് പകരം കൃഷ്ണപ്രഭ എന്നിവരുമുണ്ട്. ഇനി ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കാം. സെബാനും ഏഞ്ചലും തമ്മിലുള്ള കല്യാണവും അതിൻ്റെ ഇടയിലെ കുറച്ച് പ്രശ്നങ്ങളുമാണ് ചിത്രം. ആസിഫ് അലിയുടെ മാതാപിതാക്കൾ ശ്രീനിവാസനും ലെനയും ബാംഗ്ലൂരിലാണ് താമസം. അവർ വിദ്യാസമ്പന്നരും പണക്കാരുമാണ്. ആസിഫ് അച്ഛൻ ശ്രീനിയുമായി വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. അങ്ങനെയാണ് പുള്ളി കൊച്ചിയിൽ മച്ചാന്മാരുടെ കൂടെ കൂടുന്നത്. സെബാന്റെയും ഏഞ്ചലിന്റെയും വിവാഹം ലാൽ ഉറപ്പിക്കുന്നു. പക്ഷേ അത് എങ്ങനെ തൻ്റെ വീട്ടുകാരെ അറിയിക്കുമെന്നോർത്ത് സെബാൻ ടെൻഷൻ അടിച്ചു നിൽക്കുന്നു. ഒരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടിയതും ആത്മഹത്യക്ക് ശ്രമിച്ചതും വീട്ടുകാരറിയുമല്ലോ, പിന്നെ ഇത്രോ നാൾ കൂടി അവരെ ഫേസ് ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ച് സെബാൻ നിൽക്കുകയാണ്. സെബാന്റെ കൂട്ടുകാർ, പ്രത്യേകിച്ചും ഫെർണോ, ലാലിനെ ഇക്കാര്യം അറിയിക്കുന്നു. ലാൽ സഹോദരങ്ങൾക്കുമൊപ്പം ബാംഗ്ലൂരിൽ സെബാന്റെ വീട്ടിൽ ചെല്ലുന്നു. അച്ഛനെയും അമ്മയും കാണുന്നു. ലാലും സെബാന്റെ മാതാപിതാക്കളും പഴയ പരിചയക്കാരാണെന്ന് അവിടെ വെച്ച് അറിയുന്നു. ലെനയും ലാലും ശ്രീനിയും അവരുടെ പഴയ ഓർമ്മകൾ അയവിറക്കുന്നു. ലാൽ സ്വന്തം പെങ്ങളായ ഏഞ്ചലിന്റെ കല്യാണക്കാര്യം, അതായത് സെബാനുള്ളൊരു പ്രപ്പോസലായിട്ടാണ് അവിടെ എത്തിയത്. സെബാന്റെയും ഏഞ്ചലിന്റെയും പ്രണയത്തെക്കുറിച്ച് ലാൽ പറഞ്ഞില്ല. സെബാനെ ഒരു സ്റ്റേജ് ഷോയിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ലാൽ പറഞ്ഞത്. പ്രിയ സുഹൃത്തിന്റെ വിവാഹാലോചന ശ്രീനിവാസൻ സ്വീകരിക്കുന്നു. ഇത് തന്റെ മകൻ സെബാനോട് പറയുന്നു. വിവാഹത്തിന് പെണ്ണിന്റെ ഫോട്ടോ പോലും കാണാതെ സെബാൻ സമ്മതിക്കുന്നു. സ്വന്തം മാതാപിതാക്കളെ മണ്ടന്മാരാക്കിയെന്ന് അവന് തോന്നുന്നു. താൻ ഒരു വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവസാനം അവൻ അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്നു പറയുന്നു. ഇതാണ് പടം. ചിത്രത്തിന്റെ ആദ്യ പകുതി ശരിക്കും നല്ല രസമായിരുന്നു. അബു, ഫെർണോ, ആംബ്രോസ് എല്ലാവരും പൊളിച്ചു. ആദ്യ പകുതിയിൽ ചിരിക്കാൻ അത്യാവശ്യം കുറേയുണ്ട്. പക്ഷേ രണ്ടാം പകുതി കൈവിട്ടുപോയി. അന്യായ ബോറിംഗ്. ഒരു കാര്യവുമില്ലാത്ത കാര്യമായി സിനിമ മാറുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ക്ലൈമാക്സിലെ ആസിഫിന്റെ സെന്റ് കണ്ടപ്പോൾ 0.1% പോലും ഫീലായില്ല. കാരണം ഒരു കാര്യവുമില്ലാത്ത കഥ എന്നത് തന്നെ. അത്യാവശ്യം കൂവലുകളും തിയേറ്ററിൽ ഉയർന്നു. ശ്രീനി സാറിന്റെ ഒരാവശ്യവും ഈ ചിത്രത്തിലില്ല. ആസിഫ് അലിയുടെ അച്ഛനായി ശ്രീനിവാസനെ കാണാനേ കഴിയില്ല. അതുപോലെ തന്നെയാണ് ലെനയും. ഒരു കോമ്പിനേഷനും ഇല്ല. ലാലാണ് ഈ ചിത്രത്തിലെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ആസിഫ് അലിയുടെയും ഗ്യാങ്ങിന്റെയും ലുക്കൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരു കാര്യവുമില്ലാത്ത കഥയാണ് വില്ലനായത്. ഹണി ബി 2 സെലിബ്രേഷൻസിൽ നമ്മൾ പ്രതീക്ഷിച്ചത് സെലിബ്രേഷൻസ് ആണ്, ഹ്യൂമർ സീൻസ് ആണ്. പക്ഷേ ചിത്രത്തെ സെന്റിമെന്റ്സിൽ മുക്കിക്കളഞ്ഞു. ഹരിശ്രീ അശോകനും ചിത്രത്തിലുണ്ട്. അത് ശരിക്കും ഒരു അനാവശ്യ കഥാപാത്രമായി തോന്നി. ഹണിബി ഫസ്റ്റിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആ ഒരു ആവേശം രണ്ടാം ഭാഗത്തിലില്ല. കുറേ നല്ല തമാശകൾ ഒഴിച്ചാൽ ഹണിബി 2 എന്നത് ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ്. പടം കാണണമെങ്കിൽ കാണാം, കാണണ്ടെങ്കിൽ കാണണ്ട. അവസാന ചോയ്സ് നിങ്ങളുടേതാണ്. കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നന്ദി.